അപ്പോൾ അലനല്ലൂർ സമീപത്തുള്ള പുത്തൂരിൽ താമസിക്കുന്ന ഒരു വ്യക്തി ഇന്നലെ ഒഴുക്കിൽപ്പെട്ടു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയിപ്പ് കിട്ടിയ ഉടനെ തന്നെ പെരിന്തൽമണ്ണയിൽ നിന്ന് ഇന്നലെ രാത്രി മുതൽ തന്നെ ഏകദേശം രാത്രി 11 മണി വരെ പെരിന്തൽമണ്ണ ടീം ഡിങ്കി സഹിതം പെരിന്തൽമണ്ണയിലെ ജീവനക്കാർ, സ്കൂബയിലെ മുങ്ങൽ വിദഗ്ധരടക്കം ഇന്നലെ രാത്രി 11 മണി വരെ സെർച്ച് ചെയ്തു. അതിനുശേഷം ഇന്ന് 2 ടീം, അതായത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മലപ്പുറം സ്റ്റേഷനിൽ നിന്നുള്ള ഒരു ഡിങ്കി സഹിതമുള്ള ടീമും അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണയിൽ നിന്നുള്ള മറ്റൊരു ടീമും 2 ഭാഗത്തായിട്ട് സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗം, അതായത് നമ്മുടെ പാലത്തിൻ്റെ ബൈപ്പാസ് പാലത്തിൻ്റെ താഴത്തേക്ക് മലപ്പുറത്തു നിന്നുള്ള ടീമും ബൈപ്പാസ് പാലത്തിൻ്റെ മുകളിൽ ഉച്ചാരക്കടവ് ഭാഗത്തേക്ക് പെരിന്തൽമണ്ണ ടീമും സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവ 2 ടീമും ഡിങ്കിയുമായിട്ട് പുഴയുടെ ഇരുഭാഗങ്ങളും കാടും പൊന്തയും തിങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സെർച്ച് ചെയ്യുന്നത്. പക്ഷേ ആൾ നീന്താൻ അറിയുന്ന ആളാണ്. ഇന്നലെ അന്വേഷണത്തിൽ മനസ്സിലായ ഇന്നലെ രാത്രി 8:30 മണി വരെ വെള്ളത്തിലൂടെ പൊങ്ങി വരുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആരൊക്കെ നീന്തുന്ന ആളെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അത് പിടികൊടുക്കാതെ ആൾ ഒരു ഭാഗത്ത് താഴ്ന്ന് പോയി എന്നുള്ളത് പറയുന്നു. പിന്നീട് അദ്ദേഹം പൊങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും ഈ 2 ടീമും, മലപ്പുറം ടീമും അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണ ടീമും ഊർജിതമായിട്ടുള്ള സെർച്ചിങ് ഡിങ്കിയുടെ സഹായത്തോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂബയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു കേന്ദ്രീകൃതമായ സ്ഥലത്ത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയില്ല. കാരണം പുഴയായതുകൊണ്ട് നല്ല ഒഴുക്കുണ്ട്. അതുകൊണ്ട് കൃത്യമായൊരു സ്ഥലം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തീർച്ചയായിട്ടും സ്കൂബയുടെ ഒരു സഹായം നമുക്ക് ലഭ്യമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് പിന്നീട് കൊണ്ടുവരാം. എന്തായാലും ഇപ്പോൾ ഡിങ്കിയുടെ സഹായത്തോട് കൂടിയിട്ട് ജീവനക്കാർ 2 ടീമായിട്ട് മലപ്പുറം സ്റ്റേഷനിൽ നിന്നും പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ നിന്നും ഊർജ്ജമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും ഈ മേലാറ്റൂരിലെയും ഉച്ചാരക്കടവിലെയും ആളുകളുടെ നിസ്വാർത്ഥമായിട്ടുള്ള സഹകരണമുണ്ട്. അലനല്ലൂർ ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹികളായിട്ടുള്ള PPK അബ്ദുറഹ്മാൻ, അസീസ് മാഷ്, റഫീഖ്, അരവിന്ദാക്ഷൻ എന്നിവരൊക്കെ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മേലാറ്റൂർ ട്രോമ കെയറിൻ്റെ യൂണിറ്റിലെ ആളുകൾ സഹകരിക്കുന്നുണ്ട്. മറ്റ് സന്നദ്ധ സംഘടനകളിലെ ആളുകളൊക്കെ ഈ ഒരു പ്രവർത്തനത്തിന് ഒപ്പം നിൽക്കുന്നുണ്ട്. എന്തായാലും ഊർജിതമായിട്ടുള്ള തെരച്ചിൽ നടത്തുകയാണ്. ഏറെക്കുറെ നമുക്ക് കുറച്ച് താഴ്ന്ന ഭാഗത്താണെങ്കിൽ പോലും, അതായത് കുറച്ച് ഒരു പക്ഷേ നീന്താൻ അറിയുന്ന ആളായതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 10-12 മണിക്കൂർ പിന്നിട്ടു. കുറച്ച് താഴത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് മലപ്പുറം സ്റ്റേഷനിലുള്ള ജീവനക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ മേൽഭാഗത്ത് നിന്ന് സെർച്ചിങ് നടത്തിയിട്ട് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നിലവിൽ ഉള്ള കണ്ടീഷൻ.